പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാർച്ചന ചെയ്യുന്നു. പ്രമോദമോട തിരുസന്നിധിയിൽ പ്രാർത്ഥന പുഷ്പങ്ങളേകുന്നു. പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാർച്ചന ചെയ്യുന്നു. മന്നിതിൽ സ്നേഹത്തിൻ മാർഗം തെളിക്കുവാൻ മാനവരൂപം പൂകിയോനേ. മന്നിതിൽ സ്നേഹത്തിൻ മാർഗം തെളിക്കുവാൻ മാനവരൂപം പൂകിയോനേ. മക്കളാം ഞങ്ങളെ പാവന സ്നേഹത്തിൽ മുന്നേറുവാൻ തുണയേകിടണേ. മക്കളാം ഞങ്ങളെ പാവന സ്നേഹത്തിൽ മുന്നേറുവാൻ തുണയേകിടണേ. പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാർച്ചന ചെയ്യുന്നു. പ്രമോദമോട തിരുസന്നിധിയിൽ പ്രാർത്ഥന പുഷ്പങ്ങളേകുന്നു. പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാർച്ചന ചെയ്യുന്നു. താതനും സൂനും റൂഹായുമേകമാം പാവന ബന്ധത്തിൽ വാണിടുമ്പോൾ. താതനും സൂനും റൂഹായുമേകമാം പാവന ബന്ധത്തിൽ വാണിടുമ്പോൾ. ഉൾത്താരിൽ താപവും ഹൃത്തതിൽ സ്നേഹവും ഏകി നീ ഐക്യത്തിൽ കാത്തിടേണേ. ഉൾത്താരിൽ താപവും ഹൃത്തതിൽ സ്നേഹവും ഏകി നീ ഐക്യത്തിൽ കാത്തിടേണേ. പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാർച്ചന ചെയ്യുന്നു. പ്രമോദമോട തിരുസന്നിധിയിൽ പ്രാർത്ഥന പുഷ്പങ്ങളേകുന്നു. പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാർച്ചന ചെയ്യുന്നു. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ. ചന്ദ്രനദിക്കരയിൽ തിളങ്ങണ പൊൻപിറയെ പോലെ എന്തിനു നീ ഇന്നങ്ങനെ ഇങ്ങനെ മിന്നി മിനുങ്ങുന്നേ. പൂമരത്തണലിൽ പെണ്ണൽ പല്ലവി കേട്ടിട്ടോ, രാമുവിൽ ചെരുവിൽ ചൊവ്വാൽ കിളികൾ ചിലച്ചിട്ടോ, മണലാഴിത്തരയിൽ വിരിയണ സ്വർണം കണ്ടിട്ടോ. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ.
കൗമാരം അലക്കിയ വെള്ളിവയിൽ പുഴയിൽ ഇന്നലകൾ നീന്തി വരും ചേലു കണ്ടെന്നോ. ചെല്ലത്താമ്പാളം ഒരുക്കിയ ചില്ലുകിലാവനിയിൽ ഇത്തിരി നാൾ ഒത്തുണരാൻ കാത്തിരുന്നിന്നോ. നാടോടി പൂങ്കുയിലേ ഇക്കരയാണോ മനമാകെയും നിറനാണ്യങ്ങൾ തേടുകയാണോ. തങ്കത്താമരക്കിളിയാടുന്നേ ഓലോലം. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ. ചന്ദ്രനദിക്കരയിൽ തിളങ്ങണ പൊൻപിറയെ പോലെ എന്തിനു നീ ഇന്നങ്ങനെ ഇങ്ങനെ മിന്നി മിനുങ്ങുന്നേ. പൂമരത്തണലിൽ തിന്നൽ പല്ലവി കേട്ടിട്ടോ. രാമുവിൽ ചെരുവിൽ ചൊവ്വാൽ കിളികൾ ചിലച്ചിട്ടോ. മണലാടിത്തരിയിൽ വിരിയണ സ്വർണം കണ്ടിട്ടോ. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നീ തങ്കനിലാവഴകേ. തന്ദിന നാനാ തന്ദിന നാനാ തന്ദിന നാനാ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എത്രയും ദയുള്ള മാതാവേ, മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാരിൽ അവൻ വിശ്വസിച്ചു.
എൻ്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം കുരിശോളമെത്തുന്ന സ്നേഹം ബലിയായി തീരുന്ന സ്നേഹം മുറിയപ്പെടും ദിവ്യ സ്നേഹം ചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം ജീവൻ പകരുന്ന സ്നേഹം സ്വയം ശൂന്യമാകുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവ സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ.
എല്ലാവരെയും, പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരെയും ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് മൂവാറ്റുപുഴ രൂപതയുടെ, മലങ്കര കത്തോലിക്ക സഭയിൽ മൂവാറ്റുപുഴ രൂപതയുടെ ഒരു ദേവാലയമാണ്. സാധാരണയായി ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ കല്യാണം തീരുമാനിക്കുന്നത് ഭവനങ്ങളിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഹോളിൽ വെച്ചോ ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ കാർമ്മന്മാരൊക്കെ കൂടി തീരുമാനിക്കുകയാണ്. പക്ഷേ കത്തോലിക്ക സഭയിൽ വിവാഹം വാഗ്ദാനം നടത്തുന്നത് ഒരു ചെറിയ ചടങ്ങായിട്ടാണ്, ദേവാലയത്തിൽ വെച്ചാണ് അത് നടത്തുക. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വിവാഹം അത് മോതിരം മാറുന്നതോ താലി കെട്ടുന്നതോ മന്ത്രകോടി കൊടുക്കുന്നതിലോ ഒന്നുമല്ല എന്ന് നിങ്ങൾക്കറിയാം. മറിച്ച് ഇന്നു മുതൽ മരണം വരെയും ഈ വ്യക്തിയെ എൻ്റെ ഭർത്താവായും ഈ വ്യക്തിയെ എൻ്റെ ഭാര്യയായും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിലാണ് യഥാർത്ഥത്തിൽ വിവാഹം പൂർത്തിയാകുന്നത്. വൈദികരും ബാക്കിയുള്ള ആളുകളെല്ലാം ഈ കാര്യത്തിന് സാക്ഷികൾ മാത്രമാണ്. മണവാളൻ്റെയും മണവാട്ടിയുടെയും മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വന്ന് ഇവരെ രണ്ടുപേരെയും പരസ്പരം ഭാര്യഭർത്താക്കന്മാരായി അംഗീകരിക്കുകയും ആ വലിയ മഹത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സഭയുടെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട്. ഇത് തീർച്ചയായും ഇന്നിവിടെ നടക്കുന്നത് വിവാഹമല്ല, മറിച്ച് വിവാഹ വാഗ്ദാനമാണ്. പണ്ടൊക്കെ വിവാഹ വാഗ്ദാനത്തിന് ശേഷം വിവാഹം നടക്കുന്നതായ 3 ആഴ്ച ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുക എന്നുള്ള ഒരു പാരമ്പര്യമായിരുന്നു ഇന്ന് നമുക്കുള്ളത്. പക്ഷെ പലപ്പോഴും വിവാഹ വാഗ്ദാനം ചെയ്തതിന് ശേഷം വേണ്ടത്ര പ്രാർത്ഥനയൊന്നും കൂടാതെ പലപ്പോഴും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായി കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ പോളും സ്റ്റെല്ലയും തീർച്ചയായും ആത്മാർത്ഥമായി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ ചെറിയ ഒരു പ്രാർത്ഥന മാത്രമേ ഇതിനകത്തുള്ളൂ. മറിച്ച് ബാക്കി ഉഭയസമ്മതപ്രകാരം സമ്മതം രേഖപ്പെടുത്തി നമ്മളുടെ രജിസ്റ്ററിൽ പേര് ഒപ്പുവയ്ക്കുന്നു. നാമത്തിൽ ആമേൻ. തൻ്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതുമായും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സൂക്ഷ്മ പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയിലാരോട് രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ തരണമേ. ഞങ്ങളെക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും നന്മ നിറഞ്ഞു പറയുമേ നിനക്ക് സമാ